ഹലോ ഗെയ്സ്, ഞാൻ രാവിലെ ഉറങ്ങി എണീച്ചു ഗെയ്സ്. അമ്മ എന്നും എണീച്ചിട്ടില്ല, അമ്മ നല്ല ഉറക്കിലാണേ. നമ്മളിപ്പം ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് പുറത്തത്തെ കാഴ്ചകളെല്ലാം കാണാൻ. കുറേ മരങ്ങളെല്ലാം ഉണ്ട്, കുറേ വീടുകളിലുണ്ട്. പിന്നെ എനിക്ക് വിശന്നിട്ട് ഞാൻ ബേക്കറിൻ്റെ ഒരു ബിസ്ക്കറ്റ് പൊട്ടിച്ചു തന്നു. ഇങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയത് ഗെയ്സ്, ഒരു ദിവസത്തെ ട്രിപ്പിൽ. അത് അമ്മ മുകളിൽ നിന്ന് എണീച്ചിട്ട് താഴേക്ക് വരുന്നുണ്ട് ഗെയ്സ്. ചെവിയിൽ മറ്റേ സാധനം ഇട്ടിട്ടാണ് ചിരിക്കുന്ന ചിരിയണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹോംലൈൻ ഹാരികൾ. അപ്പം നമ്മൾ ഇന്ന് ബാംഗ്ലൂർ എത്താനായിരിക്കുന്നു. ബാംഗ്ലൂർ എത്തിയിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങൾ കാണാം. അങ്ങനെ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ സൈഡിൽ കൂടെ ഒരാൾ വത്തക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. ആ പറയുന്നൊരു വത്തക്ക് വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തൊക്കെയോ കളിച്ച് നമ്മൾ എത്താനായ സ്ഥലത്ത് നിന്ന് കുറച്ച് ബാക്കോട്ട് ട്രെയിൻ പിടിച്ചിട്ടുള്ളത്. കുറേ സമയം ട്രെയിൻ നിർത്തിയിട്ടിട്ട് ആദ്യം കളി കണ്ടാക്കോ. ഇങ്ങനെ പോലെ അതിന് മേലെല്ലാം കയറി കളി തന്നെ. ട്രെയിനിൻ്റെ മുകളിൽ കയറി കളിക്കാൻ നല്ല രസമുണ്ടായിനി. അങ്ങനെ നമ്മൾ കുറേ കളിച്ചു. രാത്രിക്ക് തീരെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ എത്തി നമ്മൾ ഇറങ്ങാൻ പോക്കാം. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കലാണ് പുറത്തേക്ക് പോകാൻ. നമ്മളെ ട്രെയിനാണ് പോകുന്നത്. ആദ്യം കണ്ട കുർത്തക്കറി കഴിച്ചിട്ട് ട്രെയിനിൻ്റെ സൈഡിലേക്കിട്ട് ഓടുന്നു. അപ്പോൾ ഉപ്പാണ്ടയിൽ നിന്ന് നല്ല കൺപൂട്ടിയിട്ടുണ്ട്. ഊബറും ബുക്ക് ചെയ്തിട്ട് കുറേ സമയം ഫുൾ പട്ടിപ്പട. ഓളോട് ഞാൻ ട്രോളി ബാഗ് വാങ്ങിയിട്ട് ഓളോട് ദേഷ്യം പിടിച്ചു നിന്ന്. ഞാൻ നോക്കുമ്പോൾ ഇത് ഭയങ്കര കനോ, അതുകൊണ്ട് ഞാനിത് ഓക്കെന്നെ തിരിച്ചു കൊടുത്തു. ഗെയ്സ്, നമ്മൾ ഊബർ ഇപ്പോൾ എത്താനായി. നമ്മളങ്ങനെ ഫ്ലാറ്റിലെത്തി കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ആദ്യമൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. നല്ല കളിയാണ് കേട്ടോ. ഓൻ്റെ പേര് ജുവാൻ എന്നാണ്. ഓനക്ക് കുറേ ടോയ്സ് ആണ്. നമ്മൾ കുറേ കളിച്ചു. ഓനക്കൊരു അനിയനുണ്ട്, ലിയാന്. അങ്ങനെ നമ്മൾ പോയത് ചർച്ച് സ്ട്രീറ്റിലേക്കാണ്. അങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ കുറേ ബ്രാൻഡുകൾ കാണാൻ പറ്റി. ആദ്യമാണെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് കാറ് കണ്ടിട്ട് എല്ലാ കാറിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കലാണ് പണി. ഗേസ്, ഇവിടെ ഫുള്ള് ലക്ഷറി കാറുകളാണ്. ഇവിടെ ഫുള്ള് BMW, ബെൻസ്, ഓഡിയോ അങ്ങനത്തെ എല്ലാം കാറാണ് ഗേസ്. ഫുള്ള് ലൈറ്റെല്ലാം ആയിട്ട് ഇതിലൂടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഗേസ്, ഇതൊരു VIP പ്ലേസ് ആണ് കേട്ടോ. വുഡ്ലാൻഡ് അങ്ങനെ വരുന്ന സ്നിച്ച്, അങ്ങനെ കുറേ ബ്രാൻഡഡ് നെയിംസാണ് ഫുള്ള് ഉള്ളത്. കണ്ടില്ലേ, ലോയിസ് ഫിലിപ്പ്, അങ്ങനെ കുറേ എണ്ണം. ആരോ ഉണ്ട്. ഇവിടുത്തെ വണ്ടികളും ഹാദി പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വണ്ടികളും നല്ല റിച്ച് ആണ്. ലംബോർഗിനി വരെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ നടന്നപ്പോൾ നമുക്ക് ക്ഷീണമായി. പിന്നെ നമ്മളൊരു അവിടെ ഉള്ളൊരു കടയിൽ നിന്ന് ചായയും പിന്നെ കുറച്ച് സൈഡ് സ്നാക്സും കഴിച്ചു കേട്ടോ. ലിയാനും ജുവാനും അവരുടെ പാരൻസും നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കുറേ നല്ല വണ്ടികൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് സാംസങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിലേക്കാണ്. ഇതാണ് ജുവാൻ്റെ അമ്മ അനീഷേച്ചി, കയ്യിലുള്ളത് അവൻ്റെ അനിയൻ ലിയാനും. ഇതാണ് വേൾഡ് ലാർജസ്റ്റ് സാംസങ് എക്സ്പീരിയൻസ് സെൻറ്റർ. സോനെന്തോ അതിനകത്ത് കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
കയറുമ്പോൾ തന്നെ കുറേ മൊബൈലും ടാബും ലാപ്ടോപ്പും എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. വലിയൊരു LED ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം എന്താ ഉള്ളത്. ഗൈസ്, ഇവിടെ ഫോണിനും വാച്ചിനും കൂടുതലുള്ളത് കുറേ ലൈറ്റുകളാണ്. അവിടെയെല്ലാം കണ്ട കുറേ ബിൽഡിങ്ങിൻ്റെ ചിത്രമെല്ലാം കാണിക്കുന്നുണ്ട്. എനിക്ക് കല്ലിനെ കൊണ്ട് ഉണ്ടാക്കിയതേ ഒന്ന്, കല്ലിന് വെള്ളപ്പെയിൻ്റ് അടിച്ചതേ ഒന്ന്. കല്ലിൽ നല്ല വെള്ള കളറ്. ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ ഫുൾ ഫോണാണ് സാംസങ്ങിൻ്റെ എല്ലാം ഉണ്ട്. ഇതൊരു 2 നിലയുള്ള വലിയൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ ഫോണും LED അല്ലാണ്ട് ഹെഡ്സെറ്റ് ഉണ്ട്, സാംസങ്ങിൻ്റെ ലാപ്ടോപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ അതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ജുവ മാത്രം ഒറ്റക്ക് അപ്പുറത്തെ സ്റ്റെപ്പിലൂട്ട് തുള്ളി തുള്ളി ഇറങ്ങുന്നത്. ഉള്ളിലെ പോലെ തന്നെ പുറത്തും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആദ്യവും ജുവാനും കുറേ ആയിരുന്നു ഓടിക്കളിച്ചു. ഇത് വേൾഡ് ലാർജസ്റ്റ് മൊബൈൽ എക്സ്പീരിയൻസ് സെൻ്ററാണ് ഇൻ ബാംഗ്ലൂരാണ് കേട്ടോ. നമ്മളങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളങ്ങനെ ആനന്ദ് ചാറ്റ്സ് എന്നൊരു കടയിൽ കയറിയിട്ടുണ്ട്. നിങ്ങൾ സ്നാക്സ് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. പാനിപൂരിയിൽ തേയില ഒഴിച്ചിട്ടൊരു ഇതാണ്. തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയത് ഈ ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉപ്പാക്കെല്ലാം നല്ല ഇഷ്ടമായിരുന്നു. ഇത് പൊള്ളുന്നതുകൊണ്ട് എൻ്റെ വായിലേക്ക് ഇട്ടിട്ട് എൻ്റെ വായ വരെ പൊള്ളി. പിന്നെ അവിടെ പുറത്തെല്ലാം പർച്ചേസിങ്ങിന് പറ്റിയ ചെറിയ ചെറിയ കടകളെല്ലാം ഉണ്ട്. റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഫാൻസി ടോയ്സ് അങ്ങനത്തെ കടകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ പോയിട്ട് തന്നെ. ഞാൻ ട്രാക്ടറിൽ ഫോട്ടോ എടുക്കാൻ പോയി. ആ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ അയാൾക്ക് കൈ കൊടുത്തിട്ട് വന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇവിടുത്തെ പൂരി ഉണ്ട്, വലിയ സ്പെഷ്യൽ പൂരി. ഒരാൾ കഴിക്കാൻ പറ്റൂല പോകുന്നു, വലുതാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തട്ടുകടയിലേക്കാണ് കഴിക്കാൻ വന്നത്. അവരുണ്ടാക്കുന്ന സ്റ്റൈല് കണ്ട, പടു എന്നാണ് ഇതിൻ്റെ പേര്. ആദിക്ക് ഭയങ്കര ഇഷ്ടമായി ഓൻ തിന്നത് കണ്ട. ഗൈസ്, ഇത് ഫുള്ളും ഞാൻ കഴിച്ചു. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടിന്. നമ്മളെല്ലാവരും കൂടി കഴിച്ച് തന്നിട്ട് നമ്മളപ്പം ഇന്നത്തെ കറക്കലം കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം നമ്മൾ നാളെ പോകുന്നത് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ എല്ലാം കാണുക.